കുത്തബ് മീനാർ കണ്ടതിന് ശേഷം ലോട്ടസ് ടെമ്പിളിലോട്ട് പോകും. कुतुब मीनार देखने के बाद हम लोग जा रहे ലോട്ടസ് ടെമ്പിൾ. കുത്തബ് മീനാറിൽ നിന്നും ഏകദേശം 9.5 കിലോമീറ്റർ ഉണ്ട് ലോട്ടസ് ടെമ്പിൾ. കുത്തബ് മീനാർ ടു ലോട്ടസ് ടെമ്പിൾ 9.5 കിലോമീറ്റർ. ഈ കാണുന്നതാണ് ലോട്ടസ് ടെമ്പിളിന്റെ ബൗണ്ടറി. 100 രൂപയ്ക്ക് ഒരു തൊപ്പിയും വാങ്ങി മെല്ലെ ഗേറ്റിലേക്ക് നടന്നു. ഗേറ്റിൽ സാമാന്യം നല്ലൊരു ലൈൻ ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് അകത്ത് കടന്നു. ഇതൊരു എൻട്രി ഫീസ് ബിൽക്കുൾ ഫ്രീ. കല്ലിട്ട വഴിയിലൂടെ മെല്ലെ നടന്നു നീങ്ങി. ഗാർഡൻ നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നിർത്തിയിട്ടുണ്ട്. നല്ല ഏരിയ ഉണ്ട്. പുറകിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ലോട്ടസ് ടെമ്പിൾ. मेरे पीछे वो दिख रहे वो लोटस टेम्पल है. ഡൽഹിയിലെ ഒരു പ്രധാന അട്രാക്ഷനാണ് ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിൾ का दूसरा नाम है ബഹായ് ഹൗസ്. ബഹായ് ഒരു മതമാണ്. 19ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ സ്ഥാപിക്കപ്പെട്ട ഈ മതത്തിന്റെ സ്ഥാപകൻ ബഹാഉള്ളയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, വിക്കിപീഡിയ പറയുന്ന. ഇതൊരു ഏകദൈവ വിശ്വാസ മതമാണെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മതത്തിന്റെ പേര് കേൾക്കുന്നത്. മെയിൻ എൻട്രൻസിൽ നിന്ന് നല്ല ദൂരമുണ്ട്. ധാരാളം ഫോട്ടോ എടുക്കുന്നവരെ നമുക്ക് അവിടെ നിന്ന് കാണാം.
प्रवेशित। इसके अंदर चप्पल शूज वगैरह अलाउड नहीं है। उधर से एक थैली मिलेगा, उसमें डालने का, हाथ में पकड़ने का। इसके अंदर फोटोग्राफी, वीडियोग्राफी, कैमरा, मोबाइल फोन वगैरह अलाउड नहीं है। താമരപ്പൂവിന്റെ ആകൃതിയിൽ ആണ് നിർമ്മിച്ചേക്കുന്നത്. ഇതിന് മൊത്തം 9 തൂണുകളുണ്ട്. 9 തൂണില് ഒരു തൂണില് 3 ഇല, അതായത് പൂവിന്റെ ഇതൾ വെച്ചിട്ട് 27 ഇതളുകളുണ്ട്. ഇതിന് ചുറ്റും 9 വാതിലുകളുണ്ട്. 2500 പേർക്ക് ഇതിനകത്തിരിക്കുക. ഇതിന് ചുറ്റും 9 കുളങ്ങളുണ്ട്. 26 ഏക്കർ സ്ഥലത്താണ് നിൽക്കുന്നത്. 1986 ഉദ്ഘാടനം ചെയ്തു. 2002 तक किले के ऊपर लोग इधर विजिट किए। എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് ഇറങ്ങി അവിടുന്ന്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.